ഇനി സുനിൽ അരുമാനൂരിലേക്ക്. സുനിൽ, 4 പഞ്ചായത്തുകളാണ് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം. 5 പഞ്ചായത്തുകൾ, 9 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകളിൽ LDF-നാണ് ഭരണമുള്ളത്. വലിയ പ്രതീക്ഷയുണ്ട്. ഒപ്പം കെ രാധാകൃഷ്ണന്റെ മികവിൽ കഴിഞ്ഞ കാലങ്ങളിൽ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ, വികസന നേട്ടങ്ങളാണ് വോട്ടർമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചു പോന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും രാവിലെ തന്നെ ചേലക്കരയിൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്കുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? ഒരു ട്രെൻഡ് എങ്ങനെ കാണുന്നു? രാവിലെ മുതൽ കാര്യപ്പെട്ട തിരക്കുകളാണോ? ആ പോളിംഗ് ശതമാനം ഉയർന്നാൽ ഏതു വിധത്തിലുള്ള വോട്ട് ഷെയർ കൂട്ടാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് മുന്നണികൾക്കുള്ളത്? പോളിംഗ് തുടങ്ങിയിട്ട് 1.25 മണിക്കൂറായിരിക്കുകയാണ്. ഈ സമയത്ത് ഔദ്യോഗിക കണക്ക് പ്രകാരം 7.5% പോളിംഗ്. എന്നാൽ അനൗദ്യോഗിക കണക്ക് പ്രകാരം 12% പോളിംഗ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കര നിയോജക മണ്ഡലത്തിലെ 2 ഗ്രാമപഞ്ചായത്തുകൾ, ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ചെറുതുരുത്തിയിലെ വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത്, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ചെറുതുരുത്തിയിലാണ്. ചെറുതുരുത്തിയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ബൂത്തുകളുള്ള ആ ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ തന്നെ നല്ല രീതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. വോട്ടർമാരുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 31, 33, 34 എന്നീ ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. അതിലൊന്ന് പ്രശ്നബാധിത ബൂത്തായി കണക്കാക്കിക്കൊണ്ട് തന്നെ കേന്ദ്രസേനയുടെ അടക്കം സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു ബൂത്താണ് ഇതെന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നിരീക്ഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അതായത് എല്ലാ സ്ഥലത്തും നടക്കുന്ന പോളിംഗിൻ്റെ വിശദാംശങ്ങളും വോട്ടർമാരുടെ വെബ്കാസ്റ്റിങ്ങിൻ്റെ കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നത് ഈ സ്കൂളിന് ഹയർ സെക്കൻഡറി ബ്ലോക്കിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വോട്ടർമാർ വലിയ രീതിയിൽ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരാണ് രാവിലെ മുതൽ തന്നെ വരുന്നത്. കാരണം ചേലക്കര നിയോജക മണ്ഡലത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് പ്രദേശത്ത്, അതായത് പാലക്കാടിൻ്റെ പ്രദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ, ഷൊർണൂർ അടക്കം ജോലിക്ക് പോകുന്നവർ, കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, പഠിക്കാൻ പോകുന്ന അടക്കം നിരവധി വോട്ടർമാരാണുള്ളത്. ഇവരൊക്കെ തന്നെയാണ് രാവിലത്തെ വോട്ടർമാരുടെ നീണ്ട പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നേരത്തെ എന്നെ പറഞ്ഞതിലൊരു കറക്ഷനുണ്ട്. 9 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്താണ് LDF-ൻ്റെ കയ്യിലുള്ളത്, 3 പഞ്ചായത്താണ് UDF-ൻ്റെ കയ്യിലുള്ളത്. അതിൽ ഈ പറയുന്ന വള്ളത്തോൾ നഗറിൽ LDF-ന് വ്യക്തമായിട്ടുള്ള ആധിപത്യമുള്ള മണ്ഡലമാണ്. അതിൽ ഈ ബൂത്തുകളിലും LDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ൻ്റെ സ്ഥാനാർത്ഥി വ്യക്തമായിട്ടുള്ള ലീഡ് നൽകിയിട്ടുള്ള ബൂത്തുകളും കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ബൂത്തുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുള്ളൂർക്കര പഞ്ചായത്താണ് രണ്ടാമത്തെ പഞ്ചായത്ത്. മുള്ളൂർക്കരൻ്റെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്താണ്. അവിടെയും LDF തന്നെയാണ് ഭരിക്കുന്നത്. ഇവിടെയും വ്യക്തമായിട്ടുള്ള വോട്ടർമാരുടെ സ്വാധീനം, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാർ കൂടുതലായിട്ടുള്ള ഒരു മേഖലകളാണ് ഇത് രണ്ടും വരുന്നത്. അവരൊക്കെ നിർണായക ശക്തികളായിട്ട് മാറുന്ന വോട്ടർമാരാണ് എന്നുള്ളത് നേരത്തെയുള്ള കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതുപോലെ രാവിലെ മുതൽ തുടങ്ങിയ ഈ പോളിംഗ് ഉച്ചയ്ക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. കാരണം പോളിംഗ് ശതമാനം എപ്പോഴും ഉയർന്നു തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വോട്ടിങ്ങിൽ എത്തുന്നവർ വളരെ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്നതിനുള്ള സാഹചര്യം തന്നെയാണ് ഉദ്യോഗസ്ഥർ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷിതമായി തന്നെ വന്ന് വോട്ട് ചെയ്ത് പോകാം. അതുപോലെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്, വെയിലൊന്നും ഏൽക്കാത്ത രീതിയിൽ വോട്ടർമാർക്ക് വോട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നമുക്ക് ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പറഞ്ഞതുപോലെ 6 പഞ്ചായത്തുകളാണ്. അതിൽ തന്നെ ബാക്കി 3 എണ്ണം UDF-ന് എന്ന് പറഞ്ഞാലും UDF-ഉം NDA-ക്കും 6 വീതം സീറ്റുകളുള്ള തിരുവല്ലുവാമല ടോസിന്റെ ബലത്തിലാണ് UDF-ന് അവിടെ ഭരണമുള്ളത്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ 5, 6 എന്ന നിലയ്ക്ക് വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ്, 6, 7 എന്ന നിലയ്ക്ക് വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ്. സുനിൽ, ഒരല്പം ഒന്ന് ക്യാമറ പാൻ ചെയ്ത് തൊട്ടടുത്തുള്ള വോട്ടർമാരുടെയൊക്കെ ഒരു പ്രതികരണം, അവരുടെ ആവേശം ഒക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. തീർച്ചയായും. കാരണം വോട്ടർമാർ രാവിലെ മുതൽ തന്നെ ഈ ക്യൂലുണ്ട്. നമ്മുടെ ക്യാമറ ആ ദൃശ്യങ്ങളോട് തന്നെ പോകുന്നുണ്ട്. കാരണം കൂടുതൽ വോട്ടർമാരുടെ പ്രതികരണത്തിലേക്ക് അകത്തേക്ക് കയറുന്നതിന് ഉദ്യോഗസ്ഥരുടെ ഒരു നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് നമുക്ക് അകത്തോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്കിപ്പോൾ വോട്ടർമാർ ക്യൂ നിൽക്കുന്നത്, അതുപോലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്നതുമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുകയും, അതുപോലെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് അല്ലെങ്കിൽ ക്യൂ ഉണ്ടായിരുന്ന ഒരു ബൂത്താണ് ഈ 3 ബൂത്തുകൾ ചേരുന്ന ഈ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കൂൾ എന്ന് പറയുന്നത്, അവിടെ ഈ പറയുന്ന പോലെ
രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു. അത് ഈ പറഞ്ഞ ഞാൻ സൂചിപ്പിച്ച പോലെ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ കൂലിപ്പണിക്ക് പോകുന്ന നിരവധി ആളുകളൊക്കെ അതിനകത്ത് വരുന്ന മണ്ഡലം കൂടിയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. മറ്റ് ബൂത്തുകളിലും ഇതുപോലെ തന്നെ രാവിലെ തന്നെ തിരക്കുണ്ട്. കാരണം ഈ ചൂടെന്ന് പറയുന്നത് വലിയ രീതിയിൽ ഉള്ള ഒരു സാഹചര്യം കൂടെയാണ്. കാരണം ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ടെമ്പറേച്ചർ ഉണ്ടാകുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന വീട്ടമ്മമാരാണ് നമുക്ക് മുമ്പിലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇനി തിരക്ക് സാധാരണഗതിയിൽ ഇവിടുത്തെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നത് ഇനി 3 മണിക്ക് ശേഷമായിരിക്കും. ഏതായാലും നമുക്ക് ഉച്ചവരെ ഇതുവരെയുള്ളൊരു കണക്കൊക്കെ വെച്ച് പറയുമ്പോൾ ഉച്ചവരെ ഒരു 50% വരെ പോളിംഗ് ഉണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. കാരണം മുൻകാലങ്ങളിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു ശതമാനം പോളിംഗ് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. കാരണം എല്ലാവരും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ഫുൾ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികൾ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അല്ലെങ്കിൽ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ എല്ലാവരും നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാർ അടക്കം ഈ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി തന്നെ 6 പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് വോട്ടർമാരിൽ നിന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതുപോലെ മറ്റ് മന്ത്രിമാർ, CPM-ൻ്റെ മുതിർന്ന സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി നേതാക്കൾ അടക്കം മണ്ഡലത്തിൽ സജീവമായി കുടുംബയോഗങ്ങളിലും അതുപോലെ ബൂത്ത് തല കമ്മിറ്റികളിലും ഒക്കെ സജീവമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു റിസൾട്ട് കൃത്യമായ രീതിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതുപോലെ UDF കേന്ദ്രമായാലും അവരുടെയും നേതൃനിരയൊക്കെ വലിയ രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥിയും വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അവർക്ക് സ്വാധീനം ഉള്ള ഒരു തിരുവല്ലാമല മേഖലയൊക്കെ അവർ കൂടുതൽ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ആദ്യം മുതൽ രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കൂടുന്നതോ അല്ലെങ്കിൽ കുറയുന്നതോ ഗുണകരമാകുമെന്ന് നമുക്ക് നേരത്തെ വിലയിരുത്താൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ഇത്ര ശതമാനം കൂടിയാൽ അത് LDF-ന് അനുകൂലമാകും, UDF-ന് അനുകൂലമാകും എന്നുള്ളതിനപ്പുറം പുതിയ വോട്ടർമാർ 10,000-ലധികം പുതിയ വോട്ടർമാർ കൂടെ ഈ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെ പട്ടികയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും അത് കൃത്യമായ വിനിയോഗിക്കേണ്ട വോട്ടുകളാണ്. ഏത് തരത്തിലാണ് അവരുടെ ഒരു വോട്ട് വിനിയോഗം നടക്കുക എന്നുള്ളത് നമുക്ക് അത് കൃത്യമായി ഈ റിസൾട്ടിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു ഊഹാപോഹങ്ങളിലേക്ക് ഈ ഒരു സാഹചര്യത്തെ കടക്കാൻ പറ്റാത്തൊരു സംവിധാനമാണ്. ഏതായാലും 2 മണിക്കൂറിലേക്ക് പോളിംഗ് കടന്നിരിക്കുകയാണ്. ഔദ്യോഗിക കണക്ക് നമുക്ക് അല്പസമയത്തിനകം, അനൗദ്യോഗിക പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 10% പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെയും മറ്റു മേഖലകളിലൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് സമാധാനപരമായി സുരക്ഷാ സംവിധാനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, സുനിൽ അരുമാനൂരാണ് ചേലക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാവിലെ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ, പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്ക് ആണ് അനുഭവപ്പെടുന്നത്. സ്ത്രീ വോട്ടർമാർ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള തിരക്കിലാണ്. ഉച്ചയോടുകൂടി കുറച്ച് വെയിലൊക്കെ വന്നതിന് ശേഷം പോളിംഗ് ഒരു ശതമാനത്തിൽ അല്പം കുറവൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതിനുശേഷം 3 മണിക്ക് ശേഷമായിരിക്കും സാധാരണഗതിയിൽ ചേലക്കര മണ്ഡലത്തിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുക.